അമേരിക്കൻ ഫൈറ്റർ പൈലറ്റുകൾക്ക് ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ധൈര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ അമേരിക്കയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ശത്രു രാജ്യത്തിൻ്റെ ആകാശത്തേക്ക് പറക്കുമ്പോൾ വെടിയേറ്റ് നിലത്ത് വീണ് കഴിഞ്ഞാൽ അതേത് ദുർഘടമായ സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും തങ്ങളെ രക്ഷിക്കാനായിട്ട് US സൈന്യം വരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നതായിരിക്കുന്ന റെസ്ക്യൂ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അമേരിക്കയുടെ F-15 ഈഗിൾ എന്ന് പറയുന്ന വിമാനം ഇറാൻ അടിച്ചു താഴെയിട്ടു. അതിൽ നിന്നും ഇജക്റ്റ് ചെയ്ത് പുറത്തു പോയതായ 2 പൈലറ്റ്, ഒന്നാമത്തത് ഒരു നാവിഗേറ്ററാണ്, രണ്ടാമത്തത് വെപ്പൺ ഓഫീസറാണ്. അതിലെ ആ നാവിഗേറ്റർ, ആ പൈലറ്റിനെ എന്ത് ചെയ്തു? രക്ഷപ്പെടുത്തി. രണ്ടാമത്തെ ആളെ ആദ്യ ശ്രമത്തിൽ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിനായുള്ള തിരച്ചിൽ നടത്തി. അതേസമയം തന്നെ ഇറാനും കിട്ടിയതായിരിക്കുന്ന ഒരു സുവർണ അവസരമായിരുന്നു, അമേരിക്കയെ പ്രതിസന്ധിയിലാക്കാൻ പറ്റിയതായിരിക്കുന്ന ഒരു അവസരമായിരുന്നു ഇറാന് വീണ് കിട്ടിയത്. ഇറാൻ ഉടനെ തന്നെ പാരിതോഷികമൊക്കെ പ്രഖ്യാപിച്ചു. $60,000 ഈ അമേരിക്കൻ പൈലറ്റിനെ പിടിച്ചു കൊടുക്കുന്നവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അതിനായിട്ടുള്ള തിരച്ചിലുകൾ ആരംഭിച്ചു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ 48 hours നീണ്ടു നിന്നതായിരിക്കുന്ന ഈ തിരച്ചിൽ റെസ്ക്യൂ മിഷൻ, അമേരിക്കയുടെ കമാൻഡോ ഓപ്പറേഷനിലൂടെ അമേരിക്ക എന്ത് ചെയ്തു? വിജയകരമായിട്ട് ആ വീണുപോയ ആ വെപ്പൺ ഓഫീസർ, അതായത് അദ്ദേഹം ഒരു എയർഫോഴ്സ് കേണലാണ്, ആ കേണലിനെ എന്ത് ചെയ്തു? രക്ഷിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ്. ഇറാനിലെ മലമടക്കുകൾക്കിടയിൽ കുടുങ്ങിക്കിടന്നതായിരുന്ന ഈ വെപ്പൺ ഓഫീസറെ CIA, മൊസാദ് തുടങ്ങിയ ചാര സംഘടനകളുടെ സഹായത്തോടുകൂടി തന്നെ എന്ത് ചെയ്തു? രക്ഷിച്ചുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. C-130 എന്ന് പറയുന്ന അമേരിക്കൻ പ്ലെയിൻ, അതുപോലെ തന്നെ ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ, ഇതൊക്കെ വെച്ചുകൊണ്ടുള്ളതായിരിക്കുന്ന ഒരു ഓപ്പറേഷനായിരുന്നു. 100ഓളം വരുന്നതായിരിക്കുന്ന സ്പെഷ്യൽ ഫോഴ്സ് ഈ പ്രത്യേകമായിരിക്കുന്ന ഈ സ്ഥലത്ത് വന്ന് ഇറങ്ങുകയും എവിടെയാണോ ഈ വെപ്പൺ ഓഫീസർ വീണുപോയത് അവിടെ വന്ന് അദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ മണ്ണിൽ നിന്ന് 400 കിലോമീറ്ററോളം ഉള്ളിൽ കടന്നിട്ടാണ് ഇദ്ദേഹത്തെ രക്ഷിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇത്ര ശത്രുതയിൽ നിൽക്കുന്നതായിരിക്കുന്ന ഒരു അവസരത്തിൽ, യുദ്ധത്തിന്റെ അവസരത്തിലെ മറ്റേത് രാജ്യത്തിന് ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അവിടെയാണ് അമേരിക്കയുടെ കരുത്ത് എന്ന് പറയുന്നത്. അമേരിക്ക യുദ്ധത്തിൽ പരാജയപ്പെട്ടു പോയെന്ന് എല്ലാവരും കൊട്ടിഘോഷിക്കുമ്പോൾ ഓർത്തു വെക്കുക, ഇതൊരു പാഠമാണ്. അമേരിക്ക ഇറാനെതിരായിട്ട് ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് ഈ പൈലറ്റിനെ രക്ഷിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ്. അതായത് 48 മണിക്കൂർ നീണ്ടു നിന്നതായിരുന്ന തിരച്ചിൽ, അതിൻ്റെ ഒടുവിൽ എവിടെയാണ് ഇദ്ദേഹം വീണ് കിടക്കുന്നത് എന്നുള്ളതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കണ്ടെത്തുകയും അവിടെ പറന്നിറങ്ങുകയും സമയം തന്നെ ഇദ്ദേഹത്തെ പിടിച്ചെടുക്കാനായിട്ട് വന്ന IRGC സോൾജേഴ്സുമായിട്ട് ഗൺ ഫയർ ഉണ്ടായെന്നുള്ളതാണ്. 24 മണിക്കൂറും അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഫൈറ്റർ ജെറ്റുകൾ ഈ IRGCയുടെ സൈനികരെ ഈ പൈലറ്റിന്റെ അടുത്തേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം ബോംബിങ് നടത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അത്ര പ്രിസൈസ് ആയിട്ട്, അത്ര ഇന്റലിജന്റ് ആയിട്ട് ഈ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട്, ഈ കേണലിനെ രക്ഷിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല, അപ്പോൾ തന്നെ ആ കേണലിൻ്റെതായിരിക്കുന്ന തന്ത്രവും നമ്മൾ എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. കാരണം അവിടെ ഒരു പെട്ടെന്ന് ഒരു ദുർഘടമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അകപ്പെട്ട് കിടന്നതായിരിക്കുന്ന അദ്ദേഹം ആ വീണ സ്ഥലത്ത് നിന്നും മാറിപ്പോകാൻ തയ്യാറാകാതെ അവിടെ തന്നെ ഒളിച്ചിരിക്കാനുണ്ടായിരുന്നത്. അവർക്ക് കിട്ടിയതായിരിക്കുന്ന ട്രെയിനിങ് അനുസരിച്ച് അദ്ദേഹം പെരുമാറി, അദ്ദേഹത്തിൻ്റെ മനസാന്നിധ്യം, ഡിസിഷൻ, ഇതെല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ആ പൈലറ്റിന് ചെറിയ രീതിയിലുള്ള പരിക്ക് ഏൽക്കുകയുണ്ടായി ആ വീഴ്ചയിൽ. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഇപ്പോൾ കുവൈറ്റിലുള്ള ഹോസ്പിറ്റലിൽ അദ്ദേഹം ട്രീറ്റ്മെന്റിലാണെന്നാണ് പറയുന്നത്. ഈ മിഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം ട്രംപ് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞൊരു കാര്യമാണ്, വി ഗോട്ട് ഹിം എന്നാണ്. ഞങ്ങൾ അദ്ദേഹത്തെ റെസ്ക്യൂ ചെയ്തു എന്നാണ് ട്രംപ് പറഞ്ഞത്. അതായത് ഒരേ സമയം തന്നെ ഇവിടെ IRGC പറഞ്ഞു $60,000 ആണ് അതിന് പാരിതോഷികം പ്രഖ്യാപിച്ചത് സ്വന്തം നാട്ടുകാർക്ക്. ആദ്യം കൊല്ലാനായിട്ട് പറഞ്ഞു, പിന്നീട് പറഞ്ഞു കൊല്ലണ്ട, ജീവനോടെ പിടിച്ചു വന്നാൽ മതി, ഞങ്ങൾ പാരിതോഷികം തരാമെന്ന് പറഞ്ഞു. അത് വെച്ച് അമേരിക്കയെ സമ്മർദ്ദത്തിലാഴ്ത്താനായിട്ട് ഇറാന് കഴിയുമായിരുന്നു. ഒരു സുവർണാവസരമാണ് വീണ് കിട്ടിയത്. എന്നാൽ ഇറാന്റെ മണ്ണിൽ ഇറാൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളതാണ്. വെനസ്വേലൻ പ്രസിഡന്റിന്റെ കേസ് ഇതുപോലെ തന്നെയാണ്. വെനസ്വേലൻ പ്രസിഡന്റ് ഉറങ്ങിക്കിടന്നായ വെനസ്വേലൻ പ്രസിഡന്റിനെ അദ്ദേഹം പോലും അറിയാതെയാണ് പൊക്കിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അമേരിക്ക എന്ന് പറയുന്നത്. നമ്മൾ അമേരിക്കയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഒരു അണ്വായുധം പോലും കൃത്യമായിട്ടില്ലാത്ത, എയർ ഡിഫൻസ് സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്ത, കാര്യമായിരിക്കുന്ന നേവി ഇല്ലാത്തതായിരിക്കുന്ന ഒരു ഇറാൻ ജയിച്ചു എന്ന് ഇതിനോടകം തന്നെ നമ്മൾ ചിലരെ കൊട്ടിഘോഷിക്കുക എന്ന് പറയുന്നത് അതൊരു അബദ്ധമാണെന്നുള്ളതാണ്. അമേരിക്ക തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിലൂടെ പറഞ്ഞു വെക്കുന്നതായ കാര്യം. സദേൺ പ്രൊവിൻസ് ഓഫ് ഇസ്ഫഹാൻ, അവിടെയാണ് ഇദ്ദേഹം വീണത് എന്നുള്ളതാണ്. ഇതിൻ്റെ പരിസരത്തായിട്ട് IRGCയുടെ മിലിറ്ററി ഇൻഫ്രാസ്ട്രക്ചറുകളുള്ള ഇടമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രയും അടുത്തതായിരിക്കുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഇങ്ങനെ രക്ഷിച്ചുകൊണ്ട് പോയത് എന്നുള്ളതാണ്. എങ്ങനെയാണ് ബില്ലാദിനെ തീർത്തിട്ട് ബില്ലാദിന്റെ ബോഡിയുമായിട്ട്
അമേരിക്ക കടന്നു കളഞ്ഞത് എന്നുള്ളത് ഓർത്തു വെക്കുക. ആ കമാൻഡോ ഓപ്പറേഷൻ ഓർത്തു വെക്കുക. അവർ കമാൻഡോ ഓപ്പറേഷനിലൂടെ വന്ന് മിന്നൽ പോലെ വന്ന് ചെയ്തിട്ട് മടങ്ങുന്നതായ രീതി ഇത് ഇസ്രായേലും ചെയ്തിട്ടുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. ഇസ്രായേലിൽ ഇങ്ങനെയുള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരു സൈന്യമാണെന്നുള്ളത് കാണാനായിട്ട് കഴിയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലമടക്കുകളാണ്. ഇവിടെ പൊരിഞ്ഞ പോരാട്ടം തന്നെ എന്ത് ചെയ്തു, ഈ IRGCയും അമേരിക്കൻ ഈ കമാൻഡോസും തമ്മിൽ നടന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ആ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ വിജയം അമേരിക്കക്കായിരുന്നു എന്നുള്ളതാണ്. താൽക്കാലികമായിട്ട് കിടന്നു തരുന്നതായ ഒരു എയർ സ്ട്രിപ്പായിരുന്നു അവിടെ വന്ന് ഇറങ്ങിയത് ഈ അമേരിക്കയുടെ പ്ലെയിനുകൾ. പക്ഷെ പ്ലെയിനുകൾ അവിടെ പുതഞ്ഞു പോവുകയും പിന്നീട് അതിനെ പറത്താൻ പറ്റാത്ത ഒരു സാഹചര്യം വരികയും അതിനെ ഡിസ്ട്രോയ് ചെയ്ത് അതിനെ ഡിമോളിഷ് ചെയ്തിട്ട് അമേരിക്കൻ സൈനികർ തന്നെ കമാൻഡോസ് തന്നെ അതിനെ ഡിമോളിഷ് ചെയ്തിട്ട് കടന്നു കളയുകയാണ് ഉണ്ടായത്. ഇറാന് 10 ലക്ഷത്തോളം വരുന്നതായ ഗ്രൗണ്ട് ഫോഴ്സ് ഉണ്ടെന്ന് പറയുന്നു. അവരെവിടെ പോയി എന്നുള്ളതാണ്, ഇവരുടെ ഇൻ്റലിജൻസ് എവിടെ പോയി എന്നുള്ളതാണ്, ഇവരുടെ മിലിറ്ററി കേപ്പബിലിറ്റി എവിടെ പോയി എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. ഇവരാണ് അമേരിക്കയെ വെല്ലുവിളിച്ചത്, കരയുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മര്യാദക്ക് മടങ്ങിപ്പോകില്ല, നിങ്ങളുടെ ശവം ഞങ്ങൾ എന്ത് ചെയ്യും, പേർഷ്യൻ കടലിലെ സ്രാവുകൾക്ക് തിന്നാനിട്ട് കൊടുക്കും എന്ന് പറഞ്ഞത്.